ഇപ്പൊ എന്റെ ഓക്കെയാണോ? ക്ലിയർ ആണ് അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഹെഡ്സെറ്റിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, നോക്കണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം അല്ലേ, നമ്മൾ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണെങ്കിൽ വോയിസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞത്. സോ അതിൽ നമ്മൾ എന്താണ് കോപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു. ഓക്കെ, കോപ്പറേറ്റിംഗ് പ്രോസസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിൽ നമുക്ക് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ 2 മെത്തേഡ്സാണ് പറഞ്ഞത്, 2 മോഡൽ. ഒന്ന് ഷെയർഡ് മെമ്മറി, ഒന്ന് മെസ്സേജ് പാസിംഗ് അല്ലേ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മെസ്സേജ് പാസിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ ഷെയർഡ് മെമ്മറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഷെയർഡ് മെമ്മറിയുടെ കേസിൽ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം പറയുന്നത് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ആണ്. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. അപ്പോൾ ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? അവിടെ ഒരു ഷെയർഡ് മെമ്മറി ഉണ്ടാവും. സോ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്താണ്? ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഒരു കൺസ്യൂമർ ഉണ്ട്. പ്രൊഡ്യൂസർ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസ്യൂമർ ആ ഐറ്റത്തിനെ കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർക്കിടയിൽ ഈ പ്രൊഡ്യൂസർ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബഫറിലോട്ട് വെക്കും. ആ ബഫറിനാണ് കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്? ഐറ്റത്തിനെ എടുക്കുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഇതാണ് ഒരു ഷെയർഡ് മെമ്മറിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ബഫർ എന്ന് പറയുന്നത്? ഷെയർഡ് ആയിരിക്കണം അല്ലേ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസ്യൂമറിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഒരു അപ്രോച്ച് എങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് അവിടെ ഈ ബഫർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ബഫർ എന്ന് പറയുന്നത്. സോ ആ ബഫർ നമുക്ക് അൺബൗണ്ടഡ് ബഫറും ഉണ്ടാവും, ബൗണ്ടഡ് ബഫറും യൂസ് ചെയ്യാം. അൺബൗണ്ടഡ് ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ മെമ്മറി സ്പേസ്, ഓക്കെ, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസിന് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഒരു ബഫർ. ആ ബഫറിന്റെ സൈസ് എന്താവാം? അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സൈസ് പറയുന്നില്ല, ലിമിറ്റ് പറയുന്നില്ല. ഓക്കെ, ലിമിറ്റ് പറയാണ്ടുള്ള ഒരു കേസ് അൺബൗണ്ടഡ് എന്നുള്ളത്. ഇനിയല്ല, നമുക്ക് ആ ബഫറിന് ഒരു ഫിക്സഡ് സൈസ് ഉണ്ട്. ഒരു 10 ആണ് സൈസ് എങ്കിൽ 10 ഡാറ്റയെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 0 to 9. ഓക്കെ, നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കൺസ്യൂമർക്ക് അത് കൺസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫിക്സഡ് സൈസ് ആയിട്ടുള്ള മെമ്മറിയും പറയാം, അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ലാത്ത അൺബൗണ്ടഡ് ആയിട്ടുള്ള കേസും ബഫർ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബൗണ്ടഡ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ബൗണ്ടഡിൽ നമുക്ക് ഷെയർഡ് മെമ്മറി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഓക്കെ, ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഒരു സൈസ് പറയണം. സോ നമുക്ക് ഷെയർഡ് ഡാറ്റ എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ബഫർ സൈസ്. ബഫറിന്റെ സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹാഷ് ഡിഫൈൻ ബഫർ സൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്താണെന്നുള്ളതിന് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സോ അതിൻ്റെ ഒരു വേരിയബിൾ ആണ് ഐറ്റം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഐറ്റം സ്പേസ് ബഫർ ഓഫ് ബഫർ സൈസ്. അതായത് നിങ്ങൾ ഈ ഷെയർഡ് മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു എറേ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു സർക്കുലർ എറേ എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പം അത്ര ഡെപ്തിലല്ലാതെയും നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അത് ഞാൻ ലാബ് എടുക്കുമ്പോൾ പറയാം, ലാബിൽ ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ തിയററ്റിക്കലി പറയുന്നത് എങ്ങനെയാ? ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലം വേണം, ഒരു മെമ്മറിയിൽ കൊണ്ടുപോയി ഇടണം. ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വേരിയബിൾ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൈസ് എറേ വേണം. എറേന്റെ സൈസ് അവർ ഓൾറെഡി നമ്മൾ പറഞ്ഞു 10 ആണ്. സോ അതൊരു സർക്കുലർ എറേ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതിൽ വരുന്ന 2 വേരിയബിൾ ആണ് ഇന്നും ഔട്ടും. ഓക്കെ, ഇനീഷ്യലി ഇന്നും ഔട്ടും 0 ആണ്. ഓക്കെ, ഇന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫ്രീ പൊസിഷന് ഇൻ പോയിന്റ്സ് ടു ഫസ്റ്റ് ഫ്രീ പൊസിഷൻ. നമ്മുടെ എറയിലുള്ള ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് പൊസിഷൻ ഏതാണോ അവിടത്തേക്കാണ് പോയിന്റ് ചെയ്യുക ഇന്ന്. ഓക്കെ, ഔട്ട് എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഔട്ട് എവിടെയാ പോയിന്റ് ചെയ്യുക? ഫസ്റ്റ് ഫുൾ പൊസിഷൻ. ഓക്കെ, ഇന്ന് പോയിന്റ് ചെയ്യുന്നത് എവിടെയാ? ഫസ്റ്റ് ഫ്രീ പൊസിഷൻ. ഓക്കെ, പ്രൊഡ്യൂസറിന് ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടിടണം. അപ്പോൾ എവിടെയാണോ ഫ്രീ ആയിട്ടുള്ളത് ആ ഫ്രീ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇന്ന്. അതുപോലെ കൺസ്യൂമർ എന്ത് ചെയ്യും? ഒരു ഐറ്റത്തിന് കൺസ്യൂം ചെയ്യും, പ്രൊഡ്യൂസർ കൊണ്ടുവച്ചതിന് എടുക്കും. ആ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ വേണം. ഓക്കെ, ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വേണം. ആ ലൊക്കേഷൻ ആണ് ഔട്ട് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 2 കേസ്.
പിന്നെ പിന്നെ നമുക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഇൻ ഈക്വൽ ടു ഔട്ട് ആണെങ്കിൽ, ഈ ഇന്നും ഔട്ടും ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം ബഫർ എം ടി ആണ്. ഓക്കെ, ഇന്നും ഔട്ടും ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ബഫർ എം ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കേസ് ബഫർ ഫുൾ ആണോ എന്നുള്ളത്. ബഫർ എം ടി ആണെങ്കിൽ കൺസ്യൂമർക്ക് ഒന്നും കൺസ്യൂം ചെയ്യാൻ പറ്റൂല, കാരണം അതിലൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ കൺസ്യൂം ചെയ്യാൻ പറ്റൂല. ഇനി വരുന്നൊരു കേസ് എന്താ? ബഫർ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബഫർ ഫുൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാല് അതിന്റെ കോഡ് ഇതാണ്. ബഫർ ഫുൾ ആവും എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് ഈക്വൽ ടു ഔട്ട്. ഓക്കെ, ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് ഈക്വൽ ടു ഔട്ട് ആണെങ്കിൽ, അതായത് നമ്മളത് സർക്കുലർ എറേ ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 10 ആണ് സൈസ് എങ്കിൽ 0 to 9 വരെ പോവും. 9 കഴിഞ്ഞിട്ട് ഇപ്പം ഫുൾ 9 വരെ ഫുൾ ഉണ്ട്, നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ പിന്നെയും 0 ആയിരിക്കും. ഒരു സർക്കുലർ വേയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണക്ട് ചെയ്യുന്നത്. സോ അതിനാണ് മോഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 0 to 9 ലൊക്കേഷൻ കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ബഫറിനെ 0th ലൊക്കേഷനിലേക്ക് പിന്നെയും പോയിന്റ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് മോഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് ഈക്വൽ ടു ഔട്ട് ആവുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഒരു പൊസിഷനിൽ ഡാറ്റ ഉണ്ട്, നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഔട്ടിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ എന്താണ്? ബഫർ ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് കേസ് നമുക്ക് നോക്കണം. അപ്പൊ ഈ കോഡല്ല നമ്മൾ ലാബ് ചെയ്യുന്നത്. ലാബിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, കാരണം അതിന്റെ മ്യൂടെക്സ് എന്നെല്ലാം പറഞ്ഞൊരു വേരിയബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ടെക്സ്റ്റിൽ പറഞ്ഞൊരു കേസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ഒരു ഷെയർഡ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. അതിന് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ കൊടുക്കണം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യേണ്ട കോഡ് ഇതിൽ മിസ്സായിട്ടുണ്ട്. വെയിറ്റ്, ഞാനിപ്പോൾ തരാം. ഓക്കെ, one minute. സോ നമുക്ക് എന്താണ് രണ്ട് സെറ്റാണ്. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, കൺസ്യൂമർ എന്നുള്ള ഒരു ഫംഗ്ഷനുമായിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ പ്രൊഡ്യൂസറിന്റെ കേസിൽ നമുക്ക് ഇതാണ് ഷെയർഡ് ഡാറ്റ. ഓക്കെ, പ്രൊഡ്യൂസറിന്റെ കേസിൽ ഒരു ഐറ്റം നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, വൈൽ ട്രൂ. ഓക്കെ, വൈൽ ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് ഈക്വൽ ടു ഔട്ട് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇതെന്താണ്, ഈ കണ്ടീഷൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ബഫർ ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ പ്ലസ് വൺ, ഓക്കെ, ഇന്നും ഔട്ടും രണ്ട് വേരിയബിൾ ആണ്. ഇന്ന് പോയിന്റ് ചെയ്യണത് ഫ്രീ ലൊക്കേഷനെയും ഔട്ട് പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫുൾ ലൊക്കേഷനെ. ഓക്കെ, അപ്പോൾ ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് നമ്മുടെ 10 ആണ്. ഓക്കെ, അപ്പോൾ ഇൻ പ്ലസ് വൺ മോഡ് ബഫർ സൈസ് ഈക്വൽ ടു ഔട്ട് ആണെങ്കിൽ അതിനർത്ഥം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ബഫർ ഫുൾ ആണ്. സോ പ്രൊഡ്യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല, ബഫർ ഫുൾ ആണ്. ഓക്കെ, ബഫറിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്താണ്? ബഫർ ഇൻ ഈക്വൽ ടു നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ വെക്കുക. ഓക്കെ, അപ്പോൾ ബഫർ ഇൻ ഈക്വൽ ടു എന്താണ്? നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റേനെ ബഫറിലോട്ട് വെച്ചു. ഇനി എന്ത് ചെയ്തു? നെക്സ്റ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇൻ പ്ലസ് വൺ മോഡ് സൈസ് ആവും. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കുലർ വേയിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സർക്കുലർ വേ എന്ന് പറഞ്ഞാൽ 0 to 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ പോകണം? 0 മുതലേക്ക് തന്നെ പോകണം.
അതുകൊണ്ടാണ് മോഡ് ഇടുന്നത്. ഇപ്പം ഇന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ നെക്സ്റ്റ് ഇന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 1 + 1 2. 2 മോഡ് 10. 2 മോഡ് 10 എത്രയാണ്? 2 തന്നെ. ഓക്കെ. ഇപ്പം ഇന്നിന്റെ വാല്യൂ 9 ആണെങ്കിൽ, ഓക്കെ 9 ആയി, അതായത് നമുക്ക് 10 ആണ് സൈസ്. ഇപ്പം ഇന്നിന്റെ വാല്യൂ 9 ആണ്, 9 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 9 ആണെങ്കിൽ നെക്സ്റ്റ് വാല്യൂ എന്തായിരിക്കും? 9 + 1 മോഡ് ബഫർ സൈസ് നോക്കും. 9 + 1 10 ആണ്. 10 മോഡ് 10ന്റെ ആൻസർ എത്രയാ? 0. അപ്പൊ ഇന്നിനി എന്തിലേക്ക് പോവും? 0ലേക്ക് പിന്നെയും പോവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സർക്കുലർ വേയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇൻ + 1 മോഡ് സൈസ് ഈക്വൽ ടു ഔട്ട് ആണെങ്കിൽ, അതായത് ഇപ്പൊ ഇന്നിന്റെ വാല്യൂ 8 ആണെന്ന് വിചാരിച്ചോ. 8 അപ്പോൾ എന്താണ്, 8 ഡാറ്റ ഓൾറെഡി അതിലുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 8 + 1 എന്ന് പറയുമ്പോൾ 9 ആണ്. ഓക്കെ, 9 മോഡ് 10. 9 മോഡ് 10 എത്രയാണ് ആൻസർ വരിക? 9 മോഡ് 10 എത്രയാണ് ആൻസർ വരിക? 9 മോഡ് 10 9 ആണ് ആൻസർ വരിക. ഓക്കെ, ആ 9 ഈക്വൽ ടു ഔട്ട് ആണ് നോക്കും. ഔട്ടിന്റെ വാല്യൂ, ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമറുടെ കേസിലാണ് ഔട്ട് വരുന്നത്. അയാള് കൺസ്യൂം ചെയ്യുന്നതിനാണ് ഔട്ട് പറയുന്നത്. അപ്പോൾ 9 എന്നാണ്, ഔട്ടും 9 ആണ്, നമുക്കിപ്പോ ഇന്നും 9 ആയിട്ട് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം? ബഫർ ഫുള്ളായി. ഓക്കെ, ഇന്നും 9 ആണ്, ഔട്ടും 9 ആണെങ്കിൽ ഇനി എന്താ? കാരണം 10 ആണ് ലൊക്കേഷൻ. 0 to 9 വരെയാണ് നമുക്ക് നോർമലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇന്നും 9 ആയി, ഔട്ടും 9 ആണ്. ഔട്ട് 9 എന്ന് പറഞ്ഞാൽ 9ാമത്തേതാണ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ ആ എറേന്ന്, ആ ബഫറിന്ന് ഒരു ഡാറ്റ കൺസ്യൂമർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഇഫ് ദേ ആർ ഈക്വൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനർത്ഥം ബഫർ ഫുൾ ആണ്, അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റത്തിനെ എന്തിലേക്ക് കൊണ്ടുപോയിടുക? ആ ബഫറിലോട്ട് കൊണ്ടുപോയിടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്നൊന്ന് കൂട്ടുക, നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുക, നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്രൊഡ്യൂസറിന്റെ സൈഡിലെ കോഡ്. പക്ഷെ ഇത്രയും ഡെപ്തുള്ള കോഡിംഗ് അല്ല. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഒരു വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, തിയററ്റിക്കലി പറയുന്നതാണിത്. ഓക്കെ, അതുപോലെ ഇൻഡ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ കൊടുത്തു, നെക്സ്റ്റ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെയും വൈൽ ട്രൂ കൊടുത്തു. എന്താ കണ്ടീഷൻ? ഇൻ ഈക്വൽ ടു ഔട്ട്. ഇൻ ഈക്വൽ ടു ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? ബഫർ എം ടി ആണ്. ഓക്കെ, ബഫർ എം ടി ആണെങ്കിൽ എന്താണ്? കൺസ്യൂമർക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഫുൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നമ്മൾ നോക്കുന്ന കണ്ടീഷൻ എന്താണ്? ഫുൾ ആണോ എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ബഫർ ഫുൾ ആണെങ്കിൽ പ്രൊഡ്യൂസർ കാണ്ട് പ്രൊഡ്യൂസ്. ഇവിടെ നമ്മൾ നോക്കുന്നത് കൺസ്യൂമർ സൈഡിൽ നോക്കുമ്പോൾ എന്താണ് നോക്കുന്നത്? ബഫർ എം ടി ആണെന്നാണ് നോക്കുന്നത്. എം ടി ആണെന്ന് എങ്ങനെ നോക്കുക? ഇന്നും ഔട്ടും ഈക്വൽ ആവുകയാണെങ്കിൽ എം ടി. ഓക്കെ, എം ടി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബഫർ ഡോട്ട് ഔട്ട്. ഔട്ടിന്റെ വാല്യൂ എത്രയാണോ, ഔട്ടിന്റെ പൊസിഷൻ എത്രയാണോ, ആ ബഫറിന്ന് ആ പൊസിഷനിൽ എന്ത് ചെയ്യുക? ഡാറ്റനെ എടുത്തിട്ട് നെക്സ്റ്റ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് വെക്കുക. അതായത് നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഡാറ്റ ഇപ്പൊ ഏത് ഡാറ്റയാണ്? ബഫർ ഓഫ് ഔട്ട്. ഓക്കെ, ഔട്ട് പോയിന്റ് ചെയ്യുക എവിടെയാണ്? ഫസ്റ്റ് ഫുൾ ലൊക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ഫുൾ ലൊക്കേഷനാണ് നമ്മൾ ഔട്ട് പോയിന്റ് ചെയ്യുക. സോ അവിടെ നിങ്ങൾക്ക് ഡാറ്റനെ എടുത്തിട്ട് കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് വെക്കാം. ഇനി ഔട്ട് എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം, അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. ഓക്കെ, ഔട്ട് ഈക്വൽ ടു ഔട്ട് + 1 മോഡ് ബഫർ സൈസ്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഇതാണ് പ്രൊഡ്യൂസറുടെ സൈഡിൽ വരുന്ന കോഡിങ്. പ്രൊഡ്യൂസർ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇഫ് ദ ബഫർ ഈസ് നോട്ട് എം ടി. എം ടി അല്ലെങ്കിൽ, സോറി നോട്ട് ഫുൾ, ഫുൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബഫറിലോട്ട് ഇടാം, എന്നിട്ട് ഇന്ന് കൂട്ടുക മതി. കൺസ്യൂമറുടെ കേസിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? ബഫർ എം ടി ആണോ എന്നാ ചെക്ക് ചെയ്യുന്നത്. എം ടി ആണെങ്കിൽ അയാൾക്ക് എടുക്കാൻ പറ്റില്ല. എം ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഔട്ട് വെച്ചിട്ട്, ഔട്ട് പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബഫറിന് എടുത്തിട്ട് ഒരു വേരിയബിളിലോട്ട് വെക്കാം, എന്നിട്ട് ഔട്ട് എന്ത് ചെയ്യാം? ഇൻക്രിമെന്റ് ചെയ്യാം, നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട്, നെക്സ്റ്റ് ഫുൾ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇത് നമ്മൾ നോർമലി ഇംപ്ലിമെന്റ് ചെയ്യുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു മെനു ഡ്രിവൺ ചോയ്സ് ആക്കിയിട്ട് കൊടുക്കും. ഇപ്പൊ സി പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് കൊടുക്കും. ഫസ്റ്റ് പ്രൊഡ്യൂസറിന്റെ ചോയ്സ്, കൺസ്യൂമർ, പിന്നെ തേർഡ് എക്സിറ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെ കേസിലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എറേ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എറേന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരു പ്രൊഡ്യൂസ് ചെയ്യണ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഒരു എന്താ പറയുക, ഒരു വേരിയബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കൺസ്യൂമർ എടുക്കുമ്പം ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ആ ഇംപ്ലിമെന്റേഷൻ ഈസിയാണ്. കോഡിങ് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ഒരു ഷെയർഡ് മെമ്മറി കോൺസെപ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷെയർഡ് മെമ്മറി ഉണ്ടാവും. ഷെയർഡ് മെമ്മറിയിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിടും. ഓക്കെ, എന്നിട്ട് കൺസ്യൂമർ എന്ത് ചെയ്യും, ആ ലൊക്കേഷന് കൺസ്യൂം ചെയ്യും. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഒരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അതിൽ കുറച്ച് വേരിയബിൾസ് സെറ്റ് ചെയ്യും. പിന്നെ കണ്ടീഷൻ, 2 കണ്ടീഷൻ ചെക്ക് ചെയ്യണത് എം ടി ആണോന്നും ഫുൾ ആണോ എന്നുള്ള 2 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രൊഡ്യൂസറുടെ സൈഡിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഫുൾ ആണോ എന്നുള്ള കണ്ടീഷൻ. ഇന്ന് ഡോട്ട് പ്ലസ് 1 മോഡ് ബഫർ സൈസ് എന്താണ്, ഔട്ടിനോട് ഈക്വൽ ആണോ നോക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സൈസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഔട്ടിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ബഫർ ഫുള്ളാണ്. ഓക്കെ, ബഫറിൽ ഇനി സ്പേസ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം, നെക്സ്റ്റ് ഇൻ ലൊക്കേഷനിലോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇടാം. ഇനി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്, ഇന്നും ഔട്ടും ഈക്വൽ ആണോ നോക്കും. 2 പോയിന്റർ ആണ്, രണ്ടും ഈക്വൽ ആണെങ്കിൽ അവിടെ എം ടി ആണ് കേസ് വരുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഔട്ട് പൊസിഷനിൽ എടുത്തിട്ട് വേരിയബിളിലോട്ട് വെക്കുക, ഔട്ട് നെക്സ്റ്റ് പൊസിഷനിലോട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് കോഡിങ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ, ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. അഭിനവ്, അഭിഷേക്, അഞ്ജിത, അനുപമ, ഋതുൽ, മിഥുൻ, ക്ലിയർ ആണോ? നിങ്ങൾ ആദ്യം ഇതിന്റെ തിയറി മാത്രം നോക്കിയാൽ മതി. പ്രോഗ്രാം ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. പ്രോഗ്രാം ഞാൻ പറയാം, അത് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ലാബിൽ വരുമ്പോൾ പറയാം. അല്ലെങ്കിൽ ഒരു സാമ്പിൾ കോഡ് എടുത്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോ മറ്റോ പറഞ്ഞുതരാം. പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു തിയറി അങ്ങോട്ട് മുന്നോട്ട് പോകണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡ്യൂസർ ഒരു കൺസ്യൂമർ, പ്രൊഡ്യൂസർ ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും നമുക്ക് കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, എറ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഒരു മ്യൂടെക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെക്കുക, സിങ്ക്രണൈസേഷൻ ചെയ്യാൻ വേണ്ടി 2 പേര് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വേരിയബിളാണ് വെച്ചത്. ആ വേരിയബിൾ ആണ് ഷെയർഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ ഒരു ഫുൾ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക, എം ടി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക. എം ടി ലൊക്കേഷൻ എന്താണ്, എറയൊന്നും അല്ല, ജസ്റ്റ് എം ടിയുടെ വാല്യൂ ഒരു 10 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, 10 എം ടി പൊസിഷൻ സ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, എറയായിട്ടല്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ, ഇതാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാരിയബിൾ എക്സ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാരിയബിൾ ആണ്, അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പറഞ്ഞുതരാം. ഇപ്പൊ കണ്ടോ, വോയിഡ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഐറ്റംസ്. ഓക്കെ, വോയിസ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തു, നോർമലി ഒരു മ്യൂടെക്സ് എന്ന് പറഞ്ഞ ഒരു ഷെയർഡ് വേരിയബിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മ്യൂടെക്സിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, 1 ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് മ്യൂടെക്സിന്റെ വാല്യൂ എന്താക്കി വെക്കുന്നു, 0 ആക്കി വെക്കുന്നു. ദാറ്റ് ഈസ് ദ പ്രൊഡ്യൂസർ ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് സംതിങ്. ഓക്കെ, 0 ആക്കി വെക്കും, സിങ്ക്രണൈസേഷൻ വെക്കുന്നത്. ഇപ്പം പ്രൊഡ്യൂസറിനാണ് കൺട്രോൾ ഉള്ളത്. പ്രൊഡ്യൂസർ ഒരു മ്യൂടെക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ പിന്നെയും 0 ആക്കി. ഓക്കെ, 1 ആയിരുന്നു, അത് 0 ആക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഫുൾ ഓൾറെഡി എന്തായിരുന്നു, 0 ആയിരുന്നു. ഇതുവരെ ഒന്നും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ഫുൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, കാരണം ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. സോ ഫുള്ള് 1 ആക്കി. അതുപോലെ എം ടി സ്ലോട്ട് എന്താക്കി, റെഡ്യൂസ് ചെയ്തു. എം ടി 10 ആയിരുന്നു, കാരണം ഇനീഷ്യലി എന്താണ് എം ടി എന്താണ്, ഫുൾ 10 സ്ലോട്ട്സും എം ടി ആണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ എന്ത് ചെയ്യുക, എം ടി ഒന്ന് കുറക്കുക, ഫുൾ എന്ന് പറഞ്ഞ വാരിയബിൾ ഒന്ന് കൂട്ടുക. ഓക്കെ, കാരണം ഒരു ഡാറ്റ ഉണ്ട് ഫുള്ളായിട്ട് കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എക്സ് പ്ലസ് പ്ലസ് ചെയ്തു. എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഒരു വാരിയബിൾ ആണ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത വാരിയബിൾ ആണ്. എക്സ് ഓൾറെഡി 0 ആയിരുന്നു, അത് 1 ആക്കി. ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് ഐറ്റം
എന്ത് എക്സ്. എക്സിന്റെ വാല്യൂ എത്രയാ 1 ആയിരിക്കും. അതായത് പ്രൊഡ്യൂസർ ഒരു എക്സ് 1 എന്ന് പറഞ്ഞൊരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറെ പണി കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ് മ്യൂടെക്സ്? നേരത്തെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സിങ്ക്രണൈസേഷന്റെ ഒരു വേരിയബിൾ ആണ്. അപ്പൊ മ്യൂടെക്സ് 0 ആക്കിയപ്പോഴാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അയാള് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂടെക്സിന്റെ വാല്യൂ പിന്നെ എന്ത് ചെയ്യുക? പഴയ വാല്യൂ ആക്കുക, ഇൻക്രിമെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഷെയർഡ്. മനസ്സിലായില്ലേ? ഇപ്പൊ മ്യൂടെക്സ് ഓൾറെഡി 1 ആയിരുന്നു. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് 0 ആക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം അതിന് കൺട്രോൾ വന്നു. ഇനി പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ മ്യൂടെക്സിന്റെ വാല്യൂ എന്താക്കുക? പിന്നെ 1 ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസർ ചോയ്സ് ആണ്. നെക്സ്റ്റ് ഒരു കൺസ്യൂമർ ആണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? കൺസ്യൂമറും എന്ത് ചെയ്യണം? കൺസ്യൂമറിന് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ മ്യൂടെക്സിന്റെ വാല്യൂ എന്താക്കുക? 0 ആക്കുക പിന്നെ. അതായത് ഇപ്പൊ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നതാണ് നല്ല രീതിയിൽ. അതായത് ഈ മ്യൂടെക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഷെയർഡ് വേരിയബിൾ ആയിട്ടായിരിക്കും. ഓക്കെ, ആർക്കാണോ കൺട്രോൾ കിട്ടുന്നത് അയാൾക്ക് പെർഫോം ചെയ്യാം. ഇപ്പൊ മ്യൂടെക്സ് 0 ആക്കി. ഇനി എന്ത് ചെയ്തു? കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? ഫുൾ എന്താ ചെയ്യുക? പ്രൊഡ്യൂസർ ഫുള്ള് കൂട്ടുക ചെയ്യുക. ഓരോ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഫുള്ള് കൂട്ടി വരിക ചെയ്യുക. പക്ഷെ കൺസ്യൂമർ എന്താ ചെയ്യുക? ഫുൾ എന്ന് പറഞ്ഞ വേരിയബിൾ കുറക്കുക ചെയ്യുക. കാരണം ഓരോ ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് അവർ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കൺസ്യൂമർ ഫുള്ള് കുറക്കും. എംപ്റ്റി സ്ലോട്ട് എന്താ ചെയ്യുക? കൺസ്യൂമർ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എംപ്റ്റി സ്ലോട്ട് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, കൺസ്യൂമർ കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ വരിക? എംപ്റ്റി സ്ലോട്ട് കൂടും. ലോജിക്ക് മനസ്സിലായോ? ഈ ഫുള്ള് എംപ്റ്റി മ്യൂടെക്സ് ഇത് 3 വേരിയബിൾസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ 3 വേരിയബിൾസും പ്രൊഡ്യൂസറും കൺസ്യൂമറും കൂടെ ഷെയർ ചെയ്യും. ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ ആണ്. ഓക്കെ, എറേ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. എറേ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കൺസ്യൂമർ കൺസ്യൂംസ് ഐറ്റം ഏതാണ്? എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും നിങ്ങൾ. ഓക്കെ, എക്സ് മൈനസ് ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് പ്ലസ് ആയിരുന്നു ചെയ്തത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പറയാം. മെയിനില് ഫസ്റ്റ് ചോയ്സ് പ്രൊഡ്യൂസർ, സെക്കൻഡ് കൺസ്യൂമർ, തേർഡ് എക്സിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ നോക്കൂ, ഫോർ ഐ ഈക്വൽ ടു 1, ഐ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഐ പ്ലസ് പ്ലസ് നിങ്ങൾ എന്താ ചെയ്യണത്? എൻ്റർ യുവർ ചോയ്സ് കൊടുത്തു. ഓക്കെ, എൻ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്താ നോക്കുക? ഇഫ് മ്യൂടെക്സ് ഈക്വൽ ടു 1, ഇഫ് മ്യൂടെക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ പിന്നെന്താണ്? എംറ്റി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് എംറ്റി സ്ലോട്ട് ഉണ്ടെങ്കിൽ, എംറ്റി സ്ലോട്ട് ഉണ്ട്, മ്യൂടെക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എപ്പോഴും മ്യൂടെക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അത് പ്രൊഡ്യൂസർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെ 0 ആക്കുള്ളൂ. അതുപോലെ കൺസ്യൂമറും കൺസ്യൂം ചെയ്യുമ്പോൾ 0 ആക്കും. കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 1 തന്നെ ആക്കാം. അപ്പോൾ മ്യൂടെക്സിന്റെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിന്റെ കൂടെ തന്നെ എംറ്റി സ്ലോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എംറ്റി സ്ലോട്ട് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. പ്രൊഡ്യൂസർ കോൾ ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു കേസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബഫർ ഇസ് ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് ഇടാം. ഇനി വേറൊരു കേസ് എന്താണ്? കേസ് 2 എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ ആണ്. കൺസ്യൂമർ ചെയ്യുമ്പോഴും എന്താണ്? മ്യൂടെക്സിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കണം? കൺസ്യൂം ചെയ്യുമ്പോൾ 1 ആയിരിക്കണം ആദ്യം, പിന്നെ അവർ 0 ആക്കുള്ളൂ. ആൻഡ് ഫുൾ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഫുൾ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, 0 അല്ല, വേറെ ഫുൾ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ കൺസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ എംറ്റി ആണ് നോക്കുക. ഇവിടെ നമ്മൾ എന്താ നോക്കുക? ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബഫർ എംറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കൂ. എൻ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ യുവർ ചോയ്സ് 1 കൊടുത്തു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഐറ്റം എന്താണ്? 1. എക്സിന്റെ വാല്യൂ 0 ആയിരുന്നു, അത് 1 ആക്കിയിട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾ എൻ്റർ ദ ചോയ്സ് എന്താ പറയുന്നത്? 1 തന്നെ കൊടുത്തു. അപ്പോൾ പ്രൊഡ്യൂസർ ഐറ്റം ഏതാണ്? 2. എക്സ് പ്ലസ് പ്ലസ് ആവും, 2 ആവും. പിന്നെ നിങ്ങൾ ചോയ്സ് എന്ത് കൊടുക്കും? 1 കൊടുത്തു. അപ്പോൾ ഐറ്റം 3. അപ്പൊ 3 ഐറ്റം പ്രൊഡ്യൂസ് ആയി. ഓക്കെ, പ്രൊഡ്യൂസർ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ നോക്കി എംറ്റി സ്ലോട്ട് ഉണ്ടോ നോക്കി. ഓക്കെ, എംറ്റി സ്ലോട്ട് ഉണ്ടെങ്കിൽ എംറ്റിയുടെ വാല്യൂ 10 ആണ്. ഓക്കെ, അപ്പൊ എംറ്റിയുടെ വാല്യൂ 10 ആണ് ഇനീഷ്യലി. അതിങ്ങനെ ഓരോ പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ആദ്യം 1 പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 9 ആവും, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 8 ആവും, പിന്നെ 7 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കൺസ്യൂമറിന്റെ കോഡ് വിളിച്ചു. ഓക്കെ, എൻ്റർ യുവർ ചോയ്സ് 2 പറഞ്ഞ് കൊടുക്കുമ്പോൾ കൺസ്യൂമർ ആണ്. അപ്പോൾ കൺസ്യൂമർ ഏതാ കൺസ്യൂം ചെയ്യുക? ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ഏതാണ്? ഐറ്റം 3 ആണ്. ഓക്കെ, അതാണ് കൺസ്യൂം ചെയ്യുക. കാരണം എക്സിന്റെ വാല്യൂ ലാസ്റ്റ് 3ലാണ് കിടക്കുന്നത്. സോ 3 ആയിരിക്കും കൺസ്യൂം ചെയ്യുക.
ഓക്കെ, 3 കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ പിന്നെയും 2 ആയിരിക്കും, കുറച്ച് വരും. അപ്പോൾ എൻ്റർ യുവർ ചോയ്സ് 1 കൊടുത്തു, പിന്നെയും നിങ്ങൾ ഐറ്റം 3 പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഐറ്റം 3 ഓൾറെഡി കൺസ്യൂം ചെയ്തു, പിന്നെയും ഐറ്റം 3 പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എൻ്റർ യുവർ ചോയ്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം 3 തന്നെയാണ് കൺസ്യൂം ചെയ്യുക. പിന്നെയും ചോയ്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം 2 കൺസ്യൂം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും ചോയ്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം 1 കൺസ്യൂം ചെയ്യും. അത് എക്സിന്റെ വാല്യൂ കുറഞ്ഞു വരിക, 3, 2, 1. പിന്നെ എൻ്റർ യുവർ ചോയ്സ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ബഫർ എം ടി ആണ്. കാരണം എന്താ, 3 സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് 3 നിങ്ങൾ കൺസ്യൂം ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എം ടി എന്ന് പറഞ്ഞ മെസ്സേജ് ആണ് വരിക. ഓക്കെ, എം ടി എന്ന് പറഞ്ഞ മെസ്സേജ് വരും, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ, അപ്പൊ ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ഏതാണോ അത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അതൊരു വേരിയബിൾ ആണ് ശരിക്കും. ഐറ്റം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കൂട്ടിക്കൊടുക്കും. ഇതാ കോഡില് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആ ചെയ്യുന്നത്. കണ്ട, ഓരോ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കൂട്ടിക്കൊടുക്കും. കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സിന്റെ വാല്യൂ റെഡ്യൂസ് ആവും. അപ്പോൾ ഈ എക്സും എം ടി, ഫുൾ, മ്യൂടെക്സ് ഇതൊക്കെ ഷെയർഡ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ലാതെ എറേ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ ഫുൾ എം ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, സ്ലോട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ പ്രാവശ്യവും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എം ടി എന്ന് പറഞ്ഞ സ്ലോട്ട് കുറക്കുക, ഫുൾ എന്ന് പറഞ്ഞ സ്ലോട്ട് കൂട്ടുക. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കൺസ്യൂം ചെയ്യുമ്പോൾ. ഓരോന്നും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എം ടി സ്ലോട്ട് വരിക ചെയ്യുക എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എം ടി കൂട്ടും, ഫുള്ള് കുറക്കും. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്യൂമറിന്റെ കേസിൽ വരുന്നത്. പിന്നെ മ്യൂടെക്സ് എന്ന് പറഞ്ഞ വാല്യൂ 1 ആയിരിക്കണം എപ്പോഴും. അത് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ 0 ആക്കുക. കാരണം ആ ടൈമിൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ കൺസ്യൂമർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മ്യൂടെക്സ് 0 ആക്കുക. എന്നിട്ട് പുറത്ത് വരുമ്പം റിലീസ് ചെയ്യുമ്പോൾ 1 ആക്കുക പിന്നെയും. അങ്ങനെ, അപ്പൊ അതും ഒരു ഷെയർഡ് മെക്കാനിസം ആണ്. അറ്റ് എ ടൈം ഒരാൾക്കേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, മ്യൂടെക്സിന്റെ വാല്യൂ 1 ആണെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആരാണോ വർക്ക് ചെയ്യുന്നത് ആ ടൈമിൽ മ്യൂടെക്സ് 0 ആക്കും, അവരുടെ വർക്കിംഗ് കഴിഞ്ഞാൽ മ്യൂടെക്സ് 1 ആക്കും. സോ അതും ഒരു ഷെയർഡ് കോൺസെപ്റ്റ് ആണ്. ഇത്രയാണ് ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിന്റെ ഒരു സിമ്പിൾ ഇംപ്ലിമെന്റേഷൻ. ഈ സിമ്പിൾ ആയിട്ടുള്ള കോഡ് തന്നെയാവും നിങ്ങൾക്ക് ലാബിലും ചെയ്യാൻ പറ്റുക. ഓക്കെ, ടഫ് ആയിട്ടുള്ള കോഡ്സ് ചെയ്യണ്ട. മ്യൂടെക്സ് എന്ന് പറഞ്ഞൊരു ലോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസർ കൺസ്യൂമർ ഇംപ്ലിമെന്റ് ചെയ്യാം, മെനു ഡ്രിവൺ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ചെക്ക് ചെയ്യേണ്ടത് ഈ 3 വേരിയബിൾസ് മാത്രം നോക്കിയാൽ മതി. ഫുള്ള്, എം ടി, മ്യൂടെക്സ്. ഫുൾ ഓൾറെഡി 0 ആയിരിക്കും, എം ടി ആദ്യം എന്താണ് 10 ആയിരിക്കും. 10 ആണ് നിങ്ങൾ സ്ലോട്ട് എങ്കിൽ 10 ആയിരിക്കും. അത് നിങ്ങൾക്ക് 10 ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാം. ഓരോ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എം ടി എന്താക്കണം, കുറക്കണം, ഫുൾ എന്താക്കണം, ഇൻക്രിമെന്റ് ചെയ്യണം. ഇനി കൺസ്യൂമറിന്റെ കേസിൽ ഓരോ ഐറ്റം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എം ടി എന്ത് ചെയ്യുക, കൂട്ടുക, ഫുള്ള് കുറക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഐറ്റം, ഈ എക്സ് എന്ന് പറയുന്നതാണ് ഐറ്റം. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കും, കൺസ്യൂം ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ തേർഡ് എക്സിന്റെ വാല്യൂ 3 ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കൺസ്യൂം ചെയ്യുമ്പോഴും എക്സിന്റെ വാല്യൂ 3 ആണ് കൺസ്യൂം ചെയ്യുക ആദ്യം, പിന്നെ അത് കുറച്ചിട്ട് 2 ആവും, പിന്നെ 1 ആവും. അങ്ങനെയാണ് വരിക. അങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഇംപ്ലിമെന്റേഷൻ കോഡാണിത്. അപ്പൊ ഇതിൽ ഷെയർഡ് ഉള്ള കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലോക്ക് വെച്ചിട്ടാണ്. ലോക്ക് എന്ന് പറഞ്ഞാൽ മ്യൂടെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. കാരണം അത് 1 ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 0 ആണെങ്കിൽ അതിനർത്ഥം പ്രൊഡ്യൂസറോ കൺസ്യൂമറോ ഏതെങ്കിലും ഒരാൾ അതിനാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പം ഇംപ്ലിമെന്റേഷൻ ക്ലിയർ ആണോ? എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമുക്ക് തിയററ്റിക്കലി പറയുമ്പോൾ കുറച്ച് എന്താ പറയാ, എറേ ആ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വേരിയബിൾസ് ആക്കി വെച്ചിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നൊന്ന് മെസ്സേജ് ചെയ്തേ. പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ലാബിലും കൂടെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇംപ്ലിമെന്റേഷൻ കാണിച്ചത് ഇപ്പോൾ. പിന്നെ അഥവാ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബിൽ ചെയ്ത പ്രോഗ്രാം തന്നെ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ തിയറി പോലെയാണ് എങ്കിൽ ഇതുപോലത്തെ നമ്മളെ PPT-യിലുള്ള കോഡ് എഴുതിയാലും മതി. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്താണ് നെക്സ്റ്റ് കൺസ്യൂംഡ്, എന്താണ് നെക്സ്റ്റ് പ്രൊഡ്യൂസ്ഡ്,
ഓക്കെ, ബഫർ ഫുൾ ആവുന്ന കണ്ടീഷൻ എന്താണ്, എം ടി ആവുന്ന കണ്ടീഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് ഈ കോഡ്സ് എഴുതേണ്ടി വരും. ഐദർ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ പ്രോഗ്രാം ആയിട്ട് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. ഐശ്വര്യ, അനിരുദ്ധ്, ആരോമൽ, അർപ്പിത്, ക്ലിയർ ആണോ? ഡൗട്ട് ഉള്ളവർ എനിക്ക് പറയുക, കാരണം പ്രോഗ്രാം കോഡാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങൾ ഇത് നെറ്റിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടുള്ള കോഡ്സ് ഒന്ന് നോക്കി വെക്കുക. ഞാൻ എന്തായാലും ലാബിന് വേണ്ടിയിട്ട് തരും. ഓക്കെ, എന്നാലും ഈ ബേസിക് ആയിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഒന്നും കൂടെ നോക്കി വെക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ ഫുൾ എക്സാമ്പിൾ ഒന്നും ഇല്ല, ജസ്റ്റ് ഈ തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ലാബിൽ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതേ കോഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇന്ന് പോയിട്ട് പഠിക്കാം എങ്ങനെയാണ് വരുന്ന ഇംപ്ലിമെന്റേഷൻ ഉള്ളത്. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആശിഷ്, പ്രസന്റ്. അഭിനവ്, പ്രസന്റ്. ഓക്കെ, അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. എല്ലാവരും അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തോളൂ. ജസ്റ്റ് ഇടയിൽ പവർ പോയതാണ്. ഓക്കെ, ഓക്കെ, എല്ലാവരും കഴിഞ്ഞില്ലേ? അറ്റൻഡൻസ് എല്ലാവരും പോസ്റ്റ് ചെയ്തല്ലോ. ഓക്കെ, സോ താങ്ക് യു.